ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ വായിക്കാൻ പറ്റിയ കുറച്ച് ത്രില്ലർ ബുക്സ് ആയിട്ടാണ്. ഇതിൽ ഞാൻ പറയുന്ന ബുക്സ് ഒക്കെ തന്നെ ഞാൻ വായിച്ച ബുക്സ് ആണ്. ബട്ട് എല്ലാം ഞാൻ എൻജോയ് ചെയ്ത ബുക്സ് അല്ല, ബട്ട് എല്ലാം പറയുന്നത് വർത്തി ഓഫ് റെക്കമെൻഡേഷൻ ആണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ഫസ്റ്റ് ബുക്ക് റെക്കമെൻഡേഷൻ ഈസ് ഇഫ് വി വെർ വില്ലൻസ്. ഒരുപാട് പേര് വായിച്ച് എൻജോയ് ചെയ്തൊരു ബുക്കാണ്. എനിക്കിത് അത്രയും ഇഷ്ടമായിട്ടില്ല. സോ ഇതൊരു തിയേറ്ററിക്കൽ ആംബിയൻസിൽ സെറ്റ് ചെയ്തൊരു ബുക്കാണ്. സോ ഒരുപാട് ഷേക്സ്പിയർ ഇൻസ്പയർഡ് ആയിട്ടുള്ള കോട്ട്സ് ഒക്കെ ഇതിലുണ്ട്. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ബട്ട് ഇതിൽ 7 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അവരെല്ലാം തിയേറ്റർ പഠിക്കുകയാണ്. സോ അവര് ചെയ്യുന്ന ഒരു ഡ്രാമ, ഷേക്സ്പിയറിന്റെ ഡ്രാമാസ് ആണ് അവർ ചെയ്യുന്നത്, ജൂലിയസ് സീസർ ഒക്കെ പോലെ. ഈ ഒരു തിയേറ്ററിക്കൽ അക്കാഡമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ലൈക്ക് നല്ല ഫ്രണ്ട്സ് ആണ്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ദെയർ ഓൺ സീക്രറ്റ്സ്. അതുപോലെ അവര് തമ്മിൽ കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് ചെയ്യും. ആ ക്രൂവാലിറ്റി കുറച്ച് കൂടും. ആൻഡ് ദെൻ ഒരാൾ മരിക്കും. ആ ഒരു മരണത്തിന് ശേഷം പിന്നെ എല്ലാവരും മെസ്ഡപ്പ് ആണ്. ആൻഡ് ദെൻ വി സീ അവർ ആ ഒരു മരണം എത്രത്തോളം അവർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ദിസ് ഇസ് എ ഡാർക്ക് അക്കാഡമിയ ബുക്ക്. ബട്ട് ഐ തിങ്ക് ആസ് എ ത്രില്ലർ ഇറ്റ് വർക്ക്ഡ്. ബട്ട് ഇതിൻ്റെ എൻഡിങ് എന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആക്കി. ഇവൻ ദോ പ്ലോട്ട് ട്വിസ്റ്റ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും എനിക്കെന്തോ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തില്ല ഒന്നിനോടും. പ്ലോട്ട് ട്വിസ്റ്റിനോടും ക്യാരക്ടേഴ്സിനോടും ഒന്നും എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്തില്ല. ബട്ട് ഐ ഹാവ് സീൻ ഒരുപാട് പേര് ഇത് എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ ഹാപ്പി ഫോർ ദം. ആൻഡ് ഐ റിയലി ഹോപ്പ് മേ ബി if you read it and if you'll enjoy, I'll be so glad. So let me know in the comments. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ, എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് എൻജോയ് ചെയ്തതെന്ന് കമന്റിൽ അറിയിക്കുക. സോ everyone gets to know about it. Next recommendation is The Overnight Guest. ഇതൊരു ഭയങ്കര വിന്ററി വൈബുള്ള ഒരു ബുക്കാണ്. ഇത് ഞാൻ ഇതിൽ റെക്കമെൻഡ് ചെയ്യാൻ കാരണം തന്നെ ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിക് ഫീലിംഗ് ആണ്. സോ ഇതിൽ ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂസ് വരുന്നുണ്ട്. എനിക്ക് അധികം ഓർമ്മയൊന്നുമില്ല, കുറേ മുന്നേ വായിച്ചൊരു ബുക്കാണ്. മെയിൻ ക്യാരക്ടർ വലിയൊരു നോവലിസ്റ്റ് ആണ്. സോ അവളൊരു നോവൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാം ഹൗസിൽ, കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസിൽ ഒരു ടൗണിൽ വന്നിട്ട് താമസിക്കുകയാണ്. സോ അവൾ ആ നോവൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഭയങ്കര സ്നോ സ്റ്റോമാണ് സംഭവിക്കുന്നത്. സോ അവിടെ പുറത്തൊക്കെ ഭയങ്കരമായിട്ട് സ്നോ. അങ്ങനെ ഒരു ദിവസം അവൾ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ബോഡി അവൾക്ക് കിട്ടണം. അതുപോലെ തന്നെ വേറെ പോയിന്റ് ഓഫ് വ്യൂസ് വരുന്നുണ്ട്. ലൈക്ക് കുറച്ച് പാസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂസ് വരുന്നുണ്ട്, കുറച്ച് ടീനേജ് കുട്ടികളുടെ. അതുപോലെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഒരു മദറും ഒരു കുട്ടിയും ഒരു ബേസ്മെന്റിൽ പൂട്ടിയിട്ടുണ്ട്. ഒരു ക്യാപ്റ്റർ അവരെ പൂട്ടിയിട്ടുണ്ട്. ആൻഡ് എന്തിനാണ് അവരെ പൂട്ടിയിട്ടതെന്നൊന്നും നമുക്കറിയില്ല. സോ ഈ 3 പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കും. ആൻഡ് ദെൻ വി ഗെറ്റ് ദ കണക്ഷൻ. ലൈക്ക് ഈ 3 പോയിന്റ് ഓഫ് വ്യൂ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും. അത് ഭയങ്കര ഫണ്ണായിരുന്നു. നമുക്ക് വായിക്കുമ്പോൾ ഓരോന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ഭയങ്കര ഫണ്ണായിരുന്നു. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഐ തിങ്ക് ഐ റിയലി ഹാഡ് എ ഗ്രേറ്റ് ടൈം റീഡിങ് ഇറ്റ്. ചില ബുക്സ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഓഫാക്കും. ബട്ട് ഇത് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഇത് എനിക്ക് ഐ തിങ്ക് വൈൽ ദ ടൈം ഓഫ് മൈ റീഡിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ബുക്കാണ്. ആൻഡ് ആ ഒരു വിൻട്രി അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഇതിൽ എൻ്റെ ഫേവറേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ആ ഒരു ഫാമിൽ, ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു ഫാമിലുള്ള ആ ഒരു സെറ്റപ്പ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു വിൻട്രി ഫീലിംഗ്, അറ്റ്മോസ്ഫിയറിക് ഫീലിംഗ്. ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ ബുക്കിന് നല്ലപോലെ ഒരു ക്ലോഷർ തരുന്നില്ല. ഒരുപാട് പ്ലോട്ട് ഹോൾസ് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തിരുന്നു. സോ ഇറ്റ് വാസ് എ 3.5 സ്റ്റാർ റീഡ് ഫോർ മീ. ബട്ട് സ്റ്റിൽ വർത്ത് എ ട്രൈ. ഒരു കോസി ത്രില്ലർ റീഡ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ. നെക്സ്റ്റ് വൺ ഇസ് ഏസ് ഓഫ് സ്പേഡ്സ്. ഇതും ഒരു ഡാർക്ക് അക്കാഡമിയ ജോൺറയിൽ വരുന്ന ഒരു ബുക്കാണ്. സോ ഇതിൽ 2 മെയിൻ ക്യാരക്ടർ ആണുള്ളത്. ഒന്ന് ഡേവോൺ റിച്ചാർഡ്സ്, ഒന്ന് ചമൈക്ക അദബായോ. സോ അവരുടെ നെയിംസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ ഈ ചമൈക്ക എന്ന് പറഞ്ഞ കുട്ടി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സോ അവളാണ് ആ ഒരു കൊല്ലത്തെ ഹെഡ് ഗേൾ ആയിട്ട് സെലക്റ്റഡ് ആയിരിക്കുക. അതുപോലെ ഹെഡ് ബോയ് ആയിട്ട് സെലക്റ്റഡ് ആണ് ഡേവോൺ. സോ ഡേവോൺ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. എങ്ങനെ അവനൊരു ഹെഡ് ബോയ് ആയി എന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ഇതിൽ അവരുടെ ആ ഒരു ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഏസസ് എന്ന് പറഞ്ഞിട്ട്. അവർ ഇവരെ പറ്റിയിട്ടുള്ള ഒരുപാട് ഗോസിപ്സ് റിലീസ് ചെയ്യൽ തുടങ്ങും. സോ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയിട്ട് ഇവർക്ക് ഒരുപാട് ത്രെറ്റ്സും ബ്ലാക്ക് മെയിലിങ്ങും നിങ്ങളുടെ സീക്രട്ട് പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ത്രെറ്റ്സും ഇതൊക്കെ ഇവരെ മാക്സിമം ഇവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഏസസ് ഓരോന്ന് ചെയ്യുന്നത്. സോ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. നമുക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ, ലൈക്ക് മെയിൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കും അറിയില്ല. അതുപോലെ ഏസസ് പറയുന്നത് സത്യമാണോ എന്ന് നമുക്കും അറിയില്ല.
സോ ഇതെല്ലാം കൂടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഐ ഹാഡ് എ ഗുഡ് ടൈം റീഡിങ് ദിസ് വൺ. ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ മച്ച് ഓഫ് ഇറ്റ്. സോ ഒരു ഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു വൺ ടൈം റീഡാണെന്നൊക്കെ പറയാം. But I still enjoyed it at the time of my reading, and it was a fun time. So if you want to check it out, then definitely check this one. The next one is The Winter People by Jennifer McMahon. ഇതിലെ മെയിൻ ക്യാരക്ടർ സാറ എക്സ്ട്രാ ഓർഡിനറി ആണ്. അവൾക്ക് സ്ലീപ്പേഴ്സിനെ കാണാൻ പറ്റും. സോ സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരാണ്, ബട്ട് സ്റ്റിൽ ദേ ആർ ആ ഒരു ആഫ്റ്റർ ലൈഫിലോട്ട് പോവാതെ സ്റ്റെക്കായിട്ട് ഈ ഒരു വേൾഡിൽ ചുറ്റിത്തിരിയുന്നവരാണ് സ്ലീപ്പേഴ്സ്. സോ അവരെ കാണാൻ പറ്റും. സാറക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ കുട്ടീനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് കുട്ടി മരിക്കും. അതിനുശേഷം പിന്നെ സാറക്ക് ഭയങ്കര ഗ്രീഫാണ്. അവൾക്ക് ആ ഒരു സങ്കടം സഹിക്കാൻ വയ്യ. സോ അതാണ് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതുപോലെ നമുക്ക് വേറെയും പോയിന്റ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. ലൈക്ക് റൂത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി അവളുടെ ടൗണിൽ അവൾ സ്റ്റക്കാണ്. അവൾക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണം. ബട്ട് അവളുടെ മദർ അവളെ സമ്മതിക്കുന്നില്ല. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടുന്നത്. അതുപോലെ വേറെ പോയിന്റ് ഓഫ് വ്യൂ കിട്ടുന്നു. ബട്ട് അറ്റ് ദ എൻഡ് വിൽ ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ ഇതും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബുക്കൊന്നുമല്ല. ലൈക്ക് ഇറ്റ് വാസ് എ 3.5 സ്റ്റാർ റീഡ് ഫോർ മീ. ബട്ട് എന്തോ ആ ഒരു ക്രീപ്പിനെസ്, അതിലുള്ള കുറച്ച് ഹൊറർ എലമെൻറ്റ്സ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു ഈ ബുക്കിൽ. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. സോ ഇറ്റ് വാസ് എ കോസി ടൈം, ലൈക്ക് ഫിഗറിങ് ഔട്ട് ലൈക്ക് എല്ലാ പോയിന്റ് ഓഫ് വ്യൂ തമ്മിൽ എന്താണ് കണക്ഷൻ. നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, ഓൺ ദ എഡ്ജ് ആയിരിക്കും അറ്റ് ദ എൻഡ്. ആൻഡ് ലാസ്റ്റ് എല്ലാം തന്നെ കലങ്ങി തെളിയും. ബട്ട് ഇറ്റ്സ് നോട്ട് എ പ്രെഡിക്റ്റബിൾ, ലൈക്ക് സോളിഡ് ക്രെഡിബിൾ പ്ലോട്ട് ട്വിസ്റ്റ് തന്നെയായിരുന്നു. ഐ തിങ്ക് ഓവറോൾ ഞാൻ വായിച്ച സമയത്ത് I kind of enjoyed it. So it was a 3.5 star for me, and if you love the premise, then definitely check this one. The next one is The Hacienda. ഇത് ഭയങ്കര അറ്റ്മോസ്ഫിയറിക് വൈബുള്ള ഒരു ബുക്കാണ്. ബിയട്രീസിന്റെ ഫാദർ മരിച്ചതിന് ശേഷം ബിയട്രീസും അവളുടെ മദറും ഒറ്റയ്ക്കാണ്. അപ്പോൾ അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ അവര് ബാഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ബിയട്രീസിന്റെ ആകെ ഒരു എയിം എന്ന് വെച്ചാൽ ഒരു വീട് വേണം. ആൻഡ് ദെൻ അവളുടെ അമ്മനെ അവിടേക്ക് എങ്ങനെയും കൊണ്ടുപോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ അവളെ മീറ്റ് ചെയ്യുന്നതും അവനെ പ്രപ്പോസ് ചെയ്യുന്നതും. സോ അവന് കുറച്ചൊരു വെൽത്തിയർ ആണ്, അവനക്കൊരു വീടും ഉണ്ട്. സോ റാദർ ദാൻ മാരിങ് ഫോർ ലവ്, അവൾ ഈ ഒരു വീടിന് വേണ്ടി മാരി ചെയ്യുകയാണ്. ആൻഡ് അവൾ ഇമാജിൻ ചെയ്യാണ് ലൈക്ക് അവൾക്ക് ആ ഒരു വീട് കിട്ടി കഴിയുമ്പോൾ അവളുടെ അമ്മനെ അവിടെ കൊണ്ടുവരുന്നതും ഒരു ഹാപ്പി ലൈഫൊക്കെയാണ് അവൾ ഡ്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പേരാണ് ഹസിയണ്ട. ഹസിയണ്ടയിൽ എത്തിയതിന് ശേഷം അവൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ലൈക്ക് രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചയും ശബ്ദവും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഹസിയണ്ട അവൾ വിചാരിച്ച പോലെയല്ല, എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ഹസിയണ്ടയിൽ സംഭവിക്കുന്നുണ്ട്. ബട്ട് അവളുടെ ഹസ്ബൻഡ് ഭയങ്കര ഇഗ്നോറൻ്റ് ആണ്. ലൈക്ക് അവനോട് പറയുമ്പോൾ ഞാനതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവളെ ഇതാക്കും. വേറെ വഴിയൊന്നുമില്ല. ലൈക്ക് ആ ഒരു വീടാണ് അവളുടെ ആകെയുള്ളൊരു വഴി. സോ അവൾക്ക് അതെങ്ങനെ ആയാലും റെഡിയാക്കണം. സോ അവൾ ആ ഒരു അതിനായിട്ട് വാട്ട് എവർ ഈവിൾ അതിലുണ്ടോ അതിനായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു ബുക്കാണ്. നമുക്ക് ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റോ ഒന്നുമല്ല ഇതിൻ്റെ ഒരു ഫോക്കസ്. ഇതിൻ്റെ ആ ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ ഒരു ഫോക്കസ്. ആൻഡ് പ്ലോട്ട് ട്വിസ്റ്റ് ഇറസ്പെക്റ്റീവ്, പ്ലോട്ട് ട്വിസ്റ്റിന് ഇപ്പോൾ ഒരു പ്രഡിക്റ്റബിൾ അതൊന്നും അതിനെ ബാധിക്കാത്തൊരു ത്രില്ലറായിരുന്നു. ആൻഡ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീലിങ്ങും ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓൾസോ ഇതിലൊരു സൈഡ് ലൈൻ റൊമാൻസ് വരുന്നുണ്ട്, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. സോ all in all, I think it was so much vibes, and the characters was so good. So I highly recommend this one. I really enjoyed it. It was a 4-star read for me, and I really enjoyed it. So I highly recommend this one. The next one is The Patient by Jasper Dewitt. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെന്റൽ അസൈലത്തിൽ വെച്ചിട്ടാണ്. സോ ഒരു പുതിയൊരു ഡോക്ടർ പാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് ജോയിൻ ചെയ്യണം. സോ അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻറ്റിനെ ആര് ട്രീറ്റ് ചെയ്യുന്നു അവരൊക്കെ മരിക്കും. സോ അതുകൊണ്ട് തന്നെ ആരും അവൻ്റെ അടുത്തേക്ക് പോകാറോ അവൻ്റെ ആ ഒരു സെല്ലിലോട്ട് പോലും പോകാറില്ല. ലൈക്ക് ഫുഡൊക്കെ പുറത്ത് വെക്കും. അങ്ങനെയൊക്കെയുള്ളൊരു പേഷ്യൻ്റാണ്. സോ ഈ പാർക്കർ ഭയങ്കര ചാലഞ്ചഡ് ആയിട്ട് ഈ ഒരു പേഷ്യൻറ്റിനെ ഏറ്റെടുക്കണം. എന്താണ് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ളതൊക്കെ ഡിഗ് ചെയ്യാണ്. ആൻഡ് ഐ തിങ്ക് ഇതിൽ ഒരുപാട് ഹൊറർ എലമെൻറ്റ്സ് വരുന്നുണ്ട് അറ്റ് ദ എൻഡ് ആൻഡ് ഓൾ. ആ ഒരു ഡിഗിങ് അപ്പ്, ആ ഒരു പേഷ്യൻറ്റിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ നമുക്കൊരു ത്രില്ലർ വൈബ് തന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഒരു ത്രില്ലർ പ്ലസ് ഒരു ഹൊറർ കൈൻഡ് ഓഫ് ബുക്കാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഇറ്റ്സ് സോ ഷോർട്ട്, ലൈക്ക് 200 pages ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ത്രില്ലറാണ്. സോ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. നെക്സ്റ്റ് വൺ ഈസ് ദ സെപ്റ്റംബർ ഹൗസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോസി ഹൊറർ ബുക്കാണ്. സോ ഇറ്റ് വാസ് എ 4.5 star റീഡ് ഫോർ മീ.
ഇത് ഐ സ്റ്റിൽ റിമെമ്പർ ലൈക്ക് ഭയങ്കര ഒരു കോസി ടൈമാണ്. ലൈക്ക് ഒരുപാട് നമ്മുടെ മനസ്സിലുണ്ടാവുമോ ലൈക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്നൊന്നുമില്ല, ബട്ട് നമുക്ക് ആ ഒരു വായിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കോസി ടൈം നമുക്ക് തരും. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ മാർഗരറ്റ്, അവളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു വിക്ടോറിയൻ, ഒരു പഴയ കാലത്തിലുള്ള ഒരു വീട്. അങ്ങനെ അവൾ ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കാണുകയാണ് ലൈക്ക് വളരെ പൈസ കുറവിന്. അങ്ങനെ അവൾ ആ ഒരു വീട് വാങ്ങിക്കുകയാണ്. വാങ്ങിച്ചതിന് ശേഷമാണ് അവൾക്ക് മനസ്സിലാവുന്നത് ലൈക്ക് ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. സോ ഒരു ഹോണ്ടഡ് ഹൗസാണ് ആൻഡ് അവിടെ ഒരുപാട് ഗോസ്റ്റുകൾ താമസിക്കുന്നുണ്ട്. ബട്ട് ഈ ഗോസ്റ്റുകളൊന്നും അത്രയും സ്കെയറിയർ അല്ല. ആൻഡ് മാർഗരറ്റ് ആസ് എ ക്യാരക്ടർ ഭയങ്കര ബോൾഡ് ആൻഡ് അത്രയും സ്കെയർഡ് ആവുന്ന ഒരു ക്യാരക്ടർ അല്ല. സോ ഷീ ഈസ് വെരി ബ്രൈറ്റ്. അപ്പോൾ ഉറച്ച വിശ്വാസത്തിൽ എത്ര ഹോണ്ടഡ് ആയാലും ഗോസ്റ്റഡ് ആയാലും ഞാൻ ഇവിടെ തന്നെ താമസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് താമസിക്കുകയാണ് അവള്. ഗോസ്റ്റ് ഒക്കെ അവൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ അത്രയും ഫൺ ആൻഡ് കോസി ടൈമാണ്. ബട്ട് സെപ്റ്റംബർ വരുമ്പോൾ ആണ് ഈ വീടിൻ്റെ കോലം മാറുന്നത്. ലൈക്ക് സെപ്റ്റംബർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നൈറ്റ് മെയർസ്, അതുപോലെ ബ്ലഡൊക്കെ ലീക്ക് ആവൽ തുടങ്ങും വാൾസിൽ നിന്ന്. അതുപോലെ ഈ ഗോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ആ ഗോസ്റ്റുകളൊക്കെ കുറച്ചും കൂടെ വയലൻ്റ് ആവും സെപ്റ്റംബറിൽ. കാരണം അവർക്കും പേടിയാണ്. അവർ പേടിക്കുന്ന ഒരു വലിയൊരു ഗോസ്റ്റാണ് മാസ്റ്റർ വയൽ. അത് താമസിക്കുന്നത് ഇവരുടെ ബേസ്മെൻറ്റിലാണ്. സോ ഈ സെപ്റ്റംബർ ആകുമ്പോഴാണ് ഈ മാസ്റ്റർ വയൽ ആ ബേസ്മെൻറ്റിൽ നിന്ന് എങ്ങനെയും പുറത്ത് വരാൻ ശ്രമിക്കുന്നത്. സോ ആ ഒരു സെപ്റ്റംബർ വരുമ്പോൾ കുറച്ച് പേടിക്കുന്ന ഒരു ടൈമാണ്. സോ ഐ തിങ്ക് ദിസ് വാസ് സോ മച്ച് ഫൺ. ഭയങ്കര കോസി ടൈമായിരുന്നു. ആൻഡ് മാർഗരറ്റിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈക്ക് ഒരു ഫൺ ക്യാരക്ടറായിരുന്നു. സോ ഇതൊക്കെയാണ് ഞാൻ വായിച്ച ത്രില്ലേഴ്സിൽ കുറച്ചൊക്കെ ഫോൾ വൈബ്സ് വരുന്നത്. സോ നിങ്ങൾ വായിച്ച ഏതെങ്കിലും ബുക്സിൽ ഇതുപോലെ ഫോൾ വൈബ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കമൻറ്റ് ദം. സോ മറ്റുള്ളവർ കമൻറ്റ്സ് വായിക്കുമ്പോൾ അവർക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. ആസ് എ കമ്മ്യൂണിറ്റി ലെറ്റ്സ് റീഡ് ടുഗെദർ ആൻഡ് ഗ്രോ ടുഗെദർ. സോ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. സോ ഇഫ് യു കമൻറ്റ് ദം ഡൗൺ ബിലോ, മറ്റുള്ളവർക്കും അത് കണ്ടിട്ട് അതുപോലെ അവർക്കും ഇൻസ്പയർഡ് ആയിട്ട് വായിക്കാൻ പറ്റും. അതിനൊരു 2 സ്റ്റാർ റേറ്റ് ചെയ്ത ബുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ്സ് ആവും. സോ ഐ ഹോപ്പ് ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഐ റിയലി ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. If you enjoyed my content, then definitely like, comment, share and subscribe. I will see you with another video. Till then, bye bye and take care.